നമസ്കാരം, ആർദ്രയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1 ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് മോഡൽസിനെ കുറിച്ചാണ്. അതിനകത്ത് തന്നെ നമ്മൾ ഇന്ന് ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് ഡിപ്പെൻഡന്റ് വേരിയബിൾ മോഡൽസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സോ നമ്മൾ അതിനകത്ത് ഫസ്റ്റ് യൂണിറ്റിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഡിസ്ക്രീറ്റ് ഡിപ്പെൻഡന്റ് വേരിയബിൾസ്, അല്ലെങ്കിൽ എന്താണ് കണ്ടിന്യൂസ് വേരിയബിൾസ്, അതല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് എന്താണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതിനകത്ത് ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ: വി ക്യാൻ കൗണ്ട് ദ നമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്പേഴ്സ് ആയിക്കോട്ടെ, ഒബ്ജക്ട്സ് ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ, എനിവർ വി ക്യാൻ കൗണ്ട് ഇറ്റ് എന്ന് മാത്രമല്ല അതിനൊരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു എൻഡ് പോയിന്റ് ഉണ്ടായിരിക്കും. അതാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ വേരിയബിൾസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന് കൗണ്ട് ചെയ്യാൻ പറ്റും, അതിനൊരു എൻഡ് പോയിന്റും ഉണ്ടായിരിക്കും. ഇനി കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു ഇന്റർവൽ ഫോർമാറ്റിലായിരിക്കും പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 1 മുതൽ ഒരു 5 വരെ, 1 to 5, അതൊരു ഇന്റർവൽ ഫോർമാറ്റ് ആണ് അല്ലെ? അതെന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കില്ല. ഇത്തരം കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കാം. ഒപ്പം 2 വേർഡും കൂടെ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പേഴ്സ്, റൈറ്റ്? ക്വാണ്ടിറ്റി ആണ് അല്ലെ? വി ക്യാൻ കൗണ്ട് 1 2 3 4 5 എന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ വേരിയബിൾസിനെയും ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എന്നും, അതല്ല നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ലാത്ത, അതായത് ഒരു മെഷർ ഒരു 10ൽ ഇത്ര എന്ന് റാങ്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ക്വാളിറ്റേറ്റീവ് എന്നും പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ലവ്, ബ്യൂട്ടി, ഇതൊന്നും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അല്ലെ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്താണ്? ക്വാളിറ്റേറ്റീവും. അതർവൈസ് മറ്റു കാര്യങ്ങൾ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും. അത് ഫോർ എക്സാമ്പിൾ ലിറ്ററേച്ചർ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റൂ. ലിറ്ററേച്ചർ ഒരു ലിറ്ററേച്ചർ എഴുതുന്നത് എങ്ങനെയാണ്? ഒരാൾ ഒരു ലിറ്ററേച്ചർ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വായിക്കുന്ന ആളുടെ, അല്ലെങ്കിൽ അത് വാല്യൂ ചെയ്യുന്ന ആളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും അതിന്റെ റാങ്കിങ് ഒക്കെ ഉണ്ടാവുക അല്ലെ? അപ്പൊ നമുക്ക് അത് റാങ്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ അത് ക്വാളിറ്റേറ്റീവും, അല്ലെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവും ആയിരിക്കും. സോ ഫസ്റ്റ് ലെക്ചർ ആയിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ലീനിയർ പ്രോബബിലിറ്റി മോഡലിനെ കുറിച്ചും ലാറ്റന്റ് വേരിയബിൾസിനെ കുറിച്ചും ആയിരിക്കും. ലീനിയർ പ്രോബബിലിറ്റി മോഡൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ലാറ്റന്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ലെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ, ഈ ക്ലാസ്സിൽ നമ്മളത് പഠിക്കുന്നതാണ്. ലാറ്റന്റ് വേരിയബിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രോബിറ്റ് മോഡൽ ഉണ്ട്, ലാറ്റന്റ് വേരിയബിൾസ് ഉണ്ട്. ഒരു അൺഒബ്സർവബിൾ വാല്യൂസിനെ കുറിച്ച് പഠിക്കുന്നതാണ് ലാറ്റന്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റിഗ്രഷൻ അനാലിസിസ് പ്ലസ് ലാറ്റന്റ് വേരിയബിൾസിനെ കുറിച്ചാണ്. അപ്പൊ റിഗ്രഷൻ അനാലിസിസിനെ കുറിച്ചും ലാറ്റന്റ് വേരിയബിൾസിനെ കുറിച്ചും ലാറ്റന്റ് റിഗ്രഷൻ അപ്രോച്ചിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഇതിനകത്തൂടെ സ്റ്റഡി ചെയ്യുന്നതാണ്. സോ നമ്മൾക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഒന്ന്, ക്വാളിറ്റേറ്റീവ് ചോയ്സ് കണ്ടീഷൻസ് ആണ്. പിന്നെ എന്താണ് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷന്റെ ലിമിറ്റേഷൻസ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ചോയ്സ് മോഡൽ യൂസ് ചെയ്യുന്നത്, എന്താണ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, പ്രോബിറ്റ് അല്ലെങ്കിൽ ലോഗിറ്റ് മോഡൽസ്, എന്താ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ ഔട്ട്കംസ് എന്ന് പറയുന്നത്. സോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ക്വാളിറ്റേറ്റീവ് ചോയ്സ് ക്രൈറ്റീരിയയുടെ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ട്. റിഗ്രഷൻ അപ്രോച്ചിനെ, റിഗ്രഷൻ അപ്രോച്ച് എങ്ങനെയാണ് ഒരു റിഗ്രഷൻ അപ്രോച്ച് വരുന്നതെന്ന് പഠിക്കുന്നുണ്ട്. എന്തൊക്കെ ഡ്രോബാക്സ് ആണ്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ എൽ പി എമ്മിന്റെ ഡ്രോബാക്സ് ഏതൊക്കെയാണ്, ലീനിയർ പ്രോബബിലിറ്റി മോഡൽസിന്റെ ഡ്രോബാക്സ് ഏതൊക്കെയാണ്, ലാറ്റന്റ് റിഗ്രഷൻ അപ്രോച്ച് എന്താണ്, പ്രോബിറ്റ് ആൻഡ് ലോഗിറ്റ് മോഡൽസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിനകത്തൂടെ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ഒരു ഡിസ്ക്രീറ്റ് മോഡൽസിന്റെ നീഡ്സ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചില സിറ്റുവേഷൻസിൽ സ്റ്റാൻഡേർഡ് ലീനിയർ റിഗ്രഷൻസ് നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഡിസ്ക്രീറ്റ്, ആ ഡിസ്ക്രീറ്റ് മോഡൽസിന്റെ നീഡ്സിലാണ് നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റാത്തത്? സ്റ്റാൻഡേർഡ് റിഗ്രഷൻ മോഡൽസ് നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കാത്തത്. എപ്പോഴാണോ ഒരു ചോയ്സ്, 2 ഡിസ്റ്റിങ്ക്ട് ആൾട്ടർനേറ്റീവ്സിന്റെ ഇടയ്ക്ക് നമ്മൾക്ക് ഒരു ചോയ്സ് എടുക്കണം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു ചോയ്സ് എടുക്കേണ്ട സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഡിസ്ക്രീറ്റ് ഡിസ്റ്റിങ്ക്ട് വേരിയബിൾസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്.
സ്റ്റാൻഡേർഡ് ലീനിയർ റിഗ്രഷന്റെ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലീനിയർ റിഗ്രഷന്റെ ഏജന്റുകൾ എപ്പോഴും കണ്ടിന്യൂസ് വേരിയബിൾസ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ കണ്ടിന്യൂസ് വേരിയബിൾ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസിൽ കൂടെ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സ്റ്റാൻഡേർഡ് റിഗ്രഷൻ അപ്രോച്ച് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ചില സിറ്റുവേഷൻസിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസിൽ നിന്ന് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും. അങ്ങനത്തെയുള്ള രണ്ട് സിറ്റുവേഷൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽസ്, രണ്ട് ഫേംസ്. അതായത് ഇപ്പൊ നമ്മളെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണല്ലോ ഒരു ദിവസം ചോയ്സ് ആയിട്ട് എടുക്കേണ്ടി വരുന്നത്. നമ്മൾ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേൽക്കണോ വേണ്ടയോ നമ്മളുടെ ചോയ്സ് ആണ് അല്ലെ. ഇനി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ പോകണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കോളേജിൽ പോകണോ പോകണ്ടയോ, ഇനി കല്യാണം കഴിക്കണോ വേണ്ടയോ, ഒരു ഹൗസ് വാങ്ങണോ വാങ്ങണ്ടയോ അല്ലെ. ഇതൊക്കെ നമ്മളുടെ ചോയ്സസിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇനി ഞാൻ പോവുകയാണെങ്കിൽ ഇനിയിപ്പോ ഞാൻ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് നമ്മൾ യൂസ് ചെയ്യണം, ഇതൊക്കെ എന്തിൽ പെടുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ നമ്മളുടെ ചോയ്സസിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു ഇൻഡിവിജ്വലിന്റെ കാര്യം മാറ്റി നിർത്തി ഒരു ഫേം എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഫേമിന് എന്തൊക്കെ ഡിസിഷൻസ് എടുക്കേണ്ടി വരും, പുതിയൊരു പ്ലാന്റ് ബിൽഡ് ചെയ്യണം. ഇനി ആ പ്ലാന്റിൽ അയാൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അവരുടെ അത് എക്സ്പോർട്ട് ചെയ്യണോ അതോ അത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യണോ വേണ്ടയോ, ഇത് പബ്ലിക് പ്രോപ്പർട്ടി ആക്കണോ അതോ പ്രൈവറ്റ് ഫേം ആക്കി വളർത്തണോ, ഇനി അവിടെ ഒരു സ്ട്രൈക്ക് നടക്കുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ അല്ലെ, പുതിയ എംപ്ലോയിനെ എടുക്കണോ വേണ്ടയോ, ഇതൊക്കെ ഒരു ഫേംസിന്റെ ചോയ്സ് ആണ് അല്ലെ. ഇങ്ങനെയുള്ള ചോയ്സ് സിറ്റുവേഷൻസിലാണ് ഡിസ്ക്രീറ്റ് മോഡൽസിന്റെ ആവശ്യകത ഉള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾക്ക് ഒരു ഒന്നിൽ കൂടുതൽ സെറ്റ് ഓഫ് ഫാക്ടേഴ്സിൽ നിന്ന് ഒരു ചോയ്സ് എടുക്കേണ്ട വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾക്ക് എന്ത് വേണ്ടത്, ഡിസ്ക്രീറ്റ് മോഡൽസിന്റെ ആവശ്യകത ഉള്ളത്. അപ്പൊ അതിനകത്ത് ഒരു ഡിസ്ക്രീറ്റ് മോഡൽസിൽ എന്ത് പറ്റില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റാൻഡേർഡ് റിഗ്രഷൻ അപ്രോച്ച് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ക്വാളിറ്റേറ്റീവ് ചോയ്സ് അനാലിസിസ് ആണ്. നേരത്തെ ക്വാളിറ്റേറ്റീവ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ ഇനി ഈ മെത്തേഡ്, ക്വാളിറ്റേറ്റീവ് ചോയ്സ് മെത്തേഡ് ബേസിക്കലി ഒരു ഡിസ്ക്രീറ്റ് ഡാറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇതിനെ ഡിസ്ക്രീറ്റ് ചോയ്സ് അനാലിസിസ് എന്നും നമ്മൾ പറയും. ഓക്കെ, ഡിസ്ക്രീറ്റ് ചോയ്സ് അനാലിസിസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് ഓർത്ത് വെക്കുക, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ രണ്ട് വാക്കിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വരിക. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഇത് അനലൈസ് ചെയ്യുന്നത്, എന്തിനാണ്, ഡിസ്ക്രീറ്റ് ഡാറ്റാസിനെയാണ്. അങ്ങനെ ഡിസ്ക്രീറ്റ് ഡാറ്റയാണ് നമ്മൾ ഇതിന് അനലൈസ് ചെയ്യുന്നത്. ഈ മെത്തേഡ് ഫോക്കസ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ വേണം, എസ്റ്റിമേഷൻ വേണം, ആൻഡ് പ്രോബബിലിറ്റീസ് ഓഫ് ദ ഇവന്റ്സിൽ യൂസ് ദ മോഡൽസ് ഫോർ ദ പ്രോബബിലിറ്റീസ് ഓഫ് ദ ഇവന്റ്സ്. ഇതിനകത്ത് ഇവന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോ ഒരു കോയിൻ ടോസ് ചെയ്യാണ് അല്ലെ. കോയിൻ ടോസ് ചെയ്യുമ്പോൾ അവിടെ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ കിട്ടും. നമുക്ക് വേണ്ടത് ഹെഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ആ രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മളുടെ ഇവന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഇവന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഡിവിജ്വൽസിന്റെ ചോയ്സ് എമംഗ് എ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ്. ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ആൻ ഇൻഡിവിജ്വൽസ് ചോയ്സ് എമംഗ് എ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ്. ഇനി ഒരു ഡിസ്ക്രീറ്റ് ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കേണ്ടത്. സോ ഡിസ്ക്രീറ്റ് ഡാറ്റയുടെ ക്യാരക്ടർ ഒന്ന്, അത് ബൈനറി ആയിരിക്കും, വിച്ച് മീൻസ് അതിന് എന്തൊക്കെ ഉണ്ടാവുള്ളൂ, രണ്ട് ഓപ്ഷൻസേ ഉണ്ടാവുള്ളൂ. രണ്ട് ഓപ്ഷൻസ് ഏതൊക്കെയാണ്, ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, 0 or 1, ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒന്നിൽ കൂടുതൽ ഉണ്ടാവും, പക്ഷെ അതിനെന്തായിരിക്കും, ഒരു ഫൈനൈറ്റ് നമ്പർ ഉണ്ടായിരിക്കും. രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഒന്ന് ബൈനറി ആണ്, രണ്ട് മൾട്ടിനോമിയൽ ആണ്. ബൈനറി എന്ന് വെച്ചാൽ വേർഡ് മീനിങ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് there is only 2 possible values അല്ലെ. അപ്പൊ യെസ് ഓർ നോ അല്ലെങ്കിൽ 0 or 1, അങ്ങനെ ഏതെങ്കിലും രണ്ട് ഓപ്ഷൻസ്, രണ്ട് ഔട്ട്കംസ് മാത്രമേ ഉള്ളെങ്കിൽ അത് ബൈനറിയും. മൾട്ടിനോമിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിൽ കൂടുതൽ ഉണ്ടാവും, പക്ഷെ അതിനെന്തായിരിക്കും, ഡിഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റിങ് വാല്യൂസ് ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു എൻഡ് പോയിന്റ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ചില സിറ്റുവേഷൻസിൽ, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ചോയ്സ് ക്രൈറ്റീരിയ യൂസ് ചെയ്യുന്നതാണ്. 3 ക്രൈറ്റീരിയാസ് ആണ് മെയിൻലി പറയുന്നത്. ഒന്ന്, ഫൈനൈറ്റ് ആയിരിക്കണം. ഫൈനൈറ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ്സ് എന്തായിരിക്കണം, കൃത്യമായിട്ട് കൗണ്ട് ചെയ്ത് എൻഡ് പോയിന്റ് ഉണ്ടായിരിക്കണം. എന്നുവെച്ചാൽ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്, ദ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഇൻ എ സെറ്റ് ഈസ് ലിമിറ്റഡ്. എന്ന് വെച്ചാൽ വളരെ കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് മാത്രമേ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോ ഒരു കാര്യം, നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ നമ്മൾക്ക് ഓപ്ഷൻ ആയിട്ട് വരും. ഇതിനകത്ത് ഹെഡ് വീണാൽ ടെയിൽ വീഴാനുള്ള പോസിബിലിറ്റിനെ അവിടെ ബ്ലോക്ക് ചെയ്യുകയാണല്ലോ.
ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ. ഇഫ് ദ പേഴ്സൺ ചൂസസ് വൺ ആൾട്ടർനേറ്റീവ് ദേ കനോട്ട് ചൂസ് അനദർ വൺ. അതായത് അടുത്ത ചോയ്സിന് അയാൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം അവിടെ അയാൾ എൻഡ് ചെയ്തു, ഒരെണ്ണം ചൂസ് ചെയ്ത് മറ്റതിനെ ഓപ്ഷൻ ആക്കി എടുക്കാനുള്ള പ്രോബബിലിറ്റിനെ അയാൾ അവിടെ എൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തതാണ് എക്സ്ഹോസ്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഓൾ പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ് ആർ ഇൻക്ലൂഡഡ്, ദ പേഴ്സൺ നെസസറിലി ചൂസസ് വൺ. അതായത് നമ്മളുടെ സാമ്പിൾ സ്പേസിൽ എല്ലാ പോസിബിൾ ആൾട്ടർനേറ്റീവ്സും ഉണ്ടായിരിക്കണം. പക്ഷേ അവിടുന്ന് എന്തേ ചെയ്യാൻ പാടുള്ളൂ? ഒറ്റ ഓപ്ഷനെ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. എല്ലാ പോസിബിൾ ഔട്ട്കംസും ഉണ്ട്, പക്ഷെ അവിടുന്ന് ഒരെണ്ണം മാത്രമേ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതിനെയാണ് എക്സ്ഹോസ്റ്റീവ്, മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ചില സിറ്റുവേഷൻസിൽ ഈ രണ്ടും മൂന്നും ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ, അതായത് എക്സ്ക്ലൂസീവ് ആയിരിക്കണം, പിന്നെ എക്സ്ഹോസ്റ്റീവ് ആയിരിക്കണം. ഈ രണ്ട് ക്രൈറ്റീരിയാസ് ചില സിറ്റുവേഷൻസിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ഈ മൂന്ന് ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്വാളിറ്റേറ്റീവ് ചോയ്സ് അനാലിസിസ് നടത്താൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. പക്ഷെ ഇവിടെ ചില സിറ്റുവേഷൻസിൽ രണ്ടും മൂന്നും ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ആവുന്നേ ഇല്ലെന്നാ പറയുന്നത്. അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരാൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻ യൂസ് ചെയ്യാം? നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങും, അപ്പൊ നിങ്ങൾക്ക് 2 വീലർ യൂസ് ചെയ്യാം. 2 വീലർ കൊണ്ട് നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നിങ്ങൾ അവിടുന്ന് ബസ് കയറി പോകും. എന്നിട്ട് ആ ബസ് കയറി നിങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്കാണ്. അപ്പൊ നിങ്ങൾ മെട്രോ സ്റ്റേഷൻ ചൂസ് ചെയ്യും, മെട്രോ ചൂസ് ചെയ്യും. മെട്രോയ്ക്ക് ശേഷം നിങ്ങൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് നിങ്ങൾ കമ്പനിയിലേക്ക് പോകും. കമ്പനിയുടെ ഗേറ്റിന്റെ അവിടുന്ന് നിങ്ങൾ നടന്ന് കമ്പനിയിലേക്ക് ഉള്ളിലേക്ക് പോകും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എത്ര മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തു? ഇത് എന്തല്ല 2 and 3 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? രണ്ടാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് എന്താണ്? ഒന്ന് എക്സ്ക്ലൂസീവ് ആണെന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരെണ്ണം ചൂസ് ചെയ്താൽ പിന്നെ ബാക്കി ഒന്നും ചൂസ് ചെയ്യാൻ പറ്റില്ല. അയാള് ബൈക്ക് ചൂസ് ചെയ്താൽ പിന്നെ അയാൾക്ക് കാറും ബസ്സും ഓട്ടോയും ഒന്നും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്താ പറയുന്നത്? എല്ലാ പോസിബിൾ ആൾട്ടർനേറ്റീവ്സും ഉണ്ടായിരിക്കണം, പക്ഷെ അതിൽ നിന്ന് ഒന്ന് മാത്രമേ ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയും. പിന്നെ ഒരു ഇൻഷുറൻസ് പോളിസിയുടെ കാര്യമാണ് പറയുന്നത്. 2 പോളിസീസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതായത് അയാൾക്ക് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ അവിടെ രണ്ടും ഉണ്ട്, അയാൾക്ക് രണ്ടും വേണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ വരികയാണെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ളതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് വരികയാണ്. ഈ നമ്മൾ എല്ലാ സെറ്റ് ഓഫ് ആൾട്ടർനേറ്റീവ്സിനെയും ഒന്ന് റീഡിഫൈൻ ചെയ്യാൻ. എന്താണ് ഈ റീഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾക്ക് പറഞ്ഞു കാറുണ്ട്, ബസ്സുണ്ട്, ജീപ്പ്, ഓട്ടോ, എനി ട്രാൻസ്പോർട്ട് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. നമ്മൾക്ക് ഇങ്ങനെ കാർ ഓൺലി, ബസ് ഓൺലി, അല്ലെങ്കിൽ കാർ പ്ലസ് ബസ് ഓൺലി, അങ്ങനെ ഏതെങ്കിലും ഒരു ഓൺലി ഓപ്ഷൻസ് യൂസ് ചെയ്യാം. അപ്പം വരുമ്പോൾ എന്താവും? ഈ രണ്ട് സിറ്റുവേഷൻസും അല്ലെങ്കിൽ രണ്ട് ക്രൈറ്റീരിയസും സാറ്റിസ്ഫൈ ചെയ്യാണ്. മറ്റേ ഇൻഷുറൻസിന്റെ കാര്യം വരുമ്പോഴോ നൈദർ എ നോർ ബി, ഒന്നുകിൽ പോളിസി എ, പോളിസി ബി, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ഓപ്ഷൻ കൂടെ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 2 and 3 ക്രൈറ്റീരിയസ് നമ്മൾക്ക് എല്ലാ സിറ്റുവേഷൻസിലും സാറ്റിസ്ഫൈ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, ആ 3 സിറ്റുവേഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. സിറ്റുവേഷനും പോട്ടെ, 3 ക്രൈറ്റീരിയാസ് നിങ്ങൾ ഓർത്ത് വെക്കണം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് നമുക്കിനി റിഗ്രഷൻ അപ്രോച്ചിലേക്ക് പോകാം. റിഗ്രഷൻ അപ്രോച്ചിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് ബോധ്യടായി. ഒരു സ്റ്റാൻഡേർഡ് എക്കണോമിക് തിയറി എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ആ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നാണ് അയാൾക്ക് മാക്സിമം യൂട്ടിലിറ്റി കിട്ടേണ്ടത്. ക്ലിയർ ആണല്ലോ? ഒരാൾ ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് അയാൾക്ക് എന്ത് കിട്ടണം? മാക്സിമം യൂട്ടിലിറ്റി ഉണ്ടായിരിക്കണം. ഇതിനെ വെച്ചിട്ടാണ് നമ്മളൊരു റിഗ്രഷൻ അപ്രോച്ച് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ നമുക്ക് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ബോധേഡായിരിക്കാം. നമ്മൾക്ക് ഇതിനകത്ത് ഓക്കെ, യു എന്ന് പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. യുവിനെ നമ്മൾക്ക് യൂട്ടിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾക്ക് എടുക്കാം. ഒരാൾ വർക്ക് ചെയ്യുന്നില്ല. സോ യു ഡാഷ് എന്നതിനെ അയാൾ വർക്ക് ചെയ്യുന്നതായിട്ടും, അയാൾ വർക്കിംഗ് കണ്ടീഷനിലാണ്. യു നോട്ട് എന്ന് പറയുന്നത് എന്താണ്? നോട്ട് വർക്കിംഗ് ആണ്. അയാൾ എന്ത് ചെയ്യുന്നില്ല? അയാൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. യു ഡാഷ് എന്ന് പറയുന്നത് വർക്കിങ്ങും യു നോട്ട് എന്ന് പറയുന്നത് നോട്ട് വർക്കിങ്ങും ആയിട്ട് എഴുതുക. ഇതിനകത്ത് ഞാൻ പറഞ്ഞു എന്താണ്? അയാൾ ചൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ്സ് അതിൽ നിന്ന് മാക്സിമം യൂട്ടിലിറ്റി കിട്ടണം. ഇപ്പൊ ഒരാൾ യു നോട്ട് എന്ന് പറയുന്ന
പോസിബിലിറ്റി ആണ് ചൂസ് ചെയ്യുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഓൾട്ടർനേറ്റീവ് ആണ് അയാൾ ചൂസ് ചെയ്തത് എന്ന് വെച്ചാൽ അയാൾ വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുക. അപ്പൊ അയാൾ വർക്ക് ചെയ്യുമ്പോൾ അത് എന്തിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം? വർക്ക് ചെയ്യാത്തതിനേക്കാൾ അതിന്റെ യൂട്ടിലിറ്റി ഗ്രേറ്റർ ആയിരിക്കണ്ടേ? അപ്പൊ യു നോട്ട് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു നോട്ട് ആയിരിക്കണം. അതിലേക്കാളും കുറഞ്ഞു പോകാൻ പാടുണ്ടോ? ഇല്ല. യു നോട്ട് ഗ്രേറ്റർ ദാൻ യു ഡാഷ് ഗ്രേറ്റർ ദാൻ യു നോട്ട് ആയിരിക്കണം. അതല്ലെങ്കിൽ ഇതിനെ നമ്മൾക്ക് മറ്റൊരു രീതിയിൽ എങ്ങനെ എഴുതാം? യു ഡാഷ് മൈനസ് യു നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? യു ഡാഷ് മൈനസ് യു നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും നമ്മൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മൾക്ക് ഫൈനലി കുറച്ച് നമ്മൾ റിഗ്രഷൻ ഒരു ഡെറിവേഷൻ നമ്മളിപ്പോ നോക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. യൂട്ടിലിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന യു കൊണ്ടാണ്. യു ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അയാൾ 0, 1 എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനാണ് നമ്മൾക്കുള്ളതെങ്കിൽ അയാൾ 1 എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്തതാണ് യു ഡാഷ്. അല്ലെങ്കിൽ 0 ആണെങ്കിൽ യു നോട്ട് ആണ്. എപ്പോഴും യു ഡാഷ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു നോട്ട് ആയിരിക്കണം. അതല്ലെങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ നമ്മൾക്ക് എഴുതാം. എന്താണ്? യു ഡാഷ് മൈനസ് യു നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് എങ്ങനെ വന്നു എന്ന് നമ്മൾക്ക് അടുത്ത ഇതിലേക്ക് നോക്കി കാണിച്ചു തരാം ഞാൻ. നമുക്ക് ഇതൊന്ന് റൈസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണേ, മറന്നു പോകരുത്. ഇനി നമ്മൾക്ക് കുറച്ച് പ്രോബബിലിറ്റി ഒരു ഡെറിവേഷൻ മോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ നിങ്ങളതൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾക്ക് നോക്കാം. ഓക്കെ, റിഗ്രഷൻ അപ്രോച്ചിൽ ശ്രദ്ധിക്കുക. പ്രോബബിലിറ്റി ഓഫ്, നമ്മൾ പ്രോബബിലിറ്റിനെ പി ഓഫ് എന്നുള്ള ഇത് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് ജെ ഒക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് വൈ ഐ ഇസ് ഈക്വൽ ടു ജെ എന്നാണ്. ഓക്കെ, വൈ ഐ ഇസ് ഈക്വൽ ടു ജെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ്, ഇതൊരു ഫംഗ്ഷൻ ആണ്, റെലവന്റ് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ്. നമുക്ക് ഷോർട്ട് ആയിട്ട് എഴുതാം, റെലവന്റ് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് കോമ പാരാമീറ്റർ. ഓക്കെ, ഇതാണ് നമ്മൾക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനുള്ളത്. ജെ എന്ന് പറയുന്നതിന് രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. ദാറ്റ് മീൻസ് ജെ ഇസ് ഈക്വൽ ടു 0 and 1. ഐ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽസ് ആണ്. അത് നമ്മൾക്ക് 1, 2, 3 എക്സെട്ര ക്യാപിറ്റൽ ലെറ്റർ N വരെ വേണമെങ്കിൽ പോകാം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച യു നോട്ട്, ഇത് നമ്മൾ നേരത്തെ ഓർത്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്താണ്? യു ഡാഷ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു നോട്ട് ആയിരിക്കണം. അല്ലെങ്കിൽ യു ഡാഷ് മൈനസ് യു നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് നോക്കാം. രണ്ട് സെറ്റ് ഓഫ് ഫാക്ടേഴ്സും കൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒന്ന് പി ഐ ആണ്. പി ഐനെ നമ്മൾ റെസ്പോൺസ് പ്രോബബിലിറ്റി എന്നും, അടുത്ത് നമ്മൾ 1 - പി ഐ എന്ന് പറയുന്നുണ്ട്. അതിനെ നമ്മൾ നോൺ റെസ്പോൺസ് പ്രോബബിലിറ്റി എന്നുമാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി ഐ എന്ന് വെച്ചാൽ അയാൾ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അയാൾ ഓപ്ഷൻ ജെ എന്ന് പറയുന്ന വാല്യൂ 1 എന്ന് പറയുന്ന ഓപ്ഷൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് റെസ്പോൺസ് പ്രോബബിലിറ്റിയും, അല്ല അയാൾ 0 ആണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് നോൺ റെസ്പോൺസ് പ്രോബബിലിറ്റിയുമാണ്. സോ ക്ലിയർ ആയല്ലോ? സോ പി ഐ ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് നേരത്തെ എഴുതിയതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് വൈ ഐ ഇസ് ഈക്വൽ ടു 1 given xi. xi എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് വൈ. അതായത് അയാളൊരു വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്തതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റ് ഒരു ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സുകൾ ഉണ്ട്. വൈ ഇവിടെ എന്താണ്? ഡിപ്പെൻഡന്റ് ഫാക്ടേഴ്സ് ആണ് കേട്ടോ, മറന്നു പോകാൻ പാടില്ല അത്. ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാൽ ആ വ്യക്തി അതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അല്ലെ? മറ്റു ചേഞ്ചസ് ഒന്നും അയാളെ അഫക്ട് ചെയ്യുന്നില്ല. ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ? ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഈ ഡിപ്പെൻഡന്റ് ഫാക്ടേഴ്സിലും വ്യത്യാസം വരുത്തും. അതായത് ഒന്നിന്റെ വ്യത്യാസം മറ്റൊന്നിന്റെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡന്റ് ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് വൈ ഐ ഇസ് ഈക്വൽ ടു 1 given xi എന്ന് പറഞ്ഞെടുത്തല്ലോ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് y ഈക്വൽ ടു 1 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് യു ഡാഷ് മൈനസ് യു നോട്ട്, പിന്നെന്താ? അതെന്താവും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഈക്വൽ ടു, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ജി ഓഫ് റെലവന്റ് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? ജി ഓഫ് xi ബീറ്റ എന്ന് നമ്മൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇത് റെസ്പോൺസ് പ്രോബബിലിറ്റി ആയിട്ടുള്ളൂ. നമ്മൾക്ക് 1 - y ഇസ് ഈക്വൽ ടു 0 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, y ഇസ് ഈക്വൽ ടു 1 ആണ് ചൂസ് ചെയ്യുന്നത് വിചാരിക്കാം.
1 മൈനസ് പി ഐ ഇസ് ഈക്വൽ ടു എന്തൊക്കെയായിരിക്കും വരിക? പ്രോബബിലിറ്റി ഓഫ് വൈ ഐ ഇസ് ഈക്വൽ ടു 0 given xi is equal to 1 minus probability of അങ്ങനെ വരിക u dash minus u naught greater than or equal to 0 is equal to g of xi beta. ഇതിനെ പി ഐനെ നമ്മൾ റെസ്പോൺസ് പ്രോബബിലിറ്റി എന്നും 1 മൈനസ് പി ഐനെ നമ്മൾ നോൺ റെസ്പോൺസ് പ്രോബബിലിറ്റി ആണെന്നാണ് പറയുന്നത്. സോ നമുക്ക് ഇതിന്റെ ഒരു എക്സ്പെക്ടേഷൻ എടുത്തു നോക്കാം. എക്സ്പെക്ടഡ് വാല്യൂ എങ്ങനെയായിരിക്കും? വൈ ഐ ഗിവൺ എക്സ് ഐ ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു പിന്നെന്ത് വരും? ജി ഓഫ് എക്സ് ഐ ബീറ്റ എന്ന് വരുമല്ലോ, പ്ലസ് 0 ഇൻറ്റു 1 മൈനസ് ജി ഓഫ് എക്സ് ഐ ബീറ്റ വരും. അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഫൈനൽ ആൻസർ വരുമ്പോൾ ജി ഓഫ് എക്സ് ഐ ബീറ്റ എന്നാണ് വരിക. സോ ഇതാണ് ഒരു റിഗ്രഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ജി ഓഫ് എക്സ് ഐ ബീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ഐ ബീറ്റ എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷനിലേക്ക് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പോകുന്നതാണ്. സോ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് ഇതൊന്ന് റേസ് ചെയ്യാം, നമ്മൾ എഴുതിയെടുക്കണം. ഇത് മറന്നുപോലെ ഇതാണ് ഒരു റിഗ്രഷൻ അപ്രോച്ച്. ഒരു റിഗ്രഷൻ അപ്രോച്ചിലേക്ക് പോകുന്ന ഒരു ഡിസ്ക്രീറ്റ് വേരിയബിൾസിന്റെ റിഗ്രഷൻ അപ്രോച്ചിലേക്ക് പോകുന്ന ഈ രീതിയിലാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബേസിക്കലി നമ്മൾ പഠിച്ചു വെക്കേണ്ട അല്ലെങ്കിൽ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ റെസ്പോൺസ് പ്രോബബിലിറ്റി എന്താണ്, നോൺ റെസ്പോൺസ് പ്രോബബിലിറ്റി ആണ്, എങ്ങനെയാണ്, എന്താണ് സ്റ്റാൻഡേർഡ് ലീനിയർ റിഗ്രഷൻ അപ്രോച്ച്, അതെങ്ങനെയാണ് ഇവിടെ യൂസ് ചെയ്യാതെ വരുന്നത്, എന്ത് സിറ്റുവേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യാതെ വരുന്നത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കേണ്ട ഫാക്ടേഴ്സ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ് us go through the next session. ഇനി എന്താണ് ഒരു ലീനിയർ പ്രോബബിലിറ്റി മോഡൽ? അതായത് നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് റിഗ്രഷൻ അപ്രോച്ചിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് ലീനിയർ പ്രോബബിലിറ്റി മോഡൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതും കൂടെ പഠിച്ചിട്ട് നമ്മൾക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. ഇതിനകത്ത് ഒരു ലീനിയർ പ്രോബബിലിറ്റി മോഡൽ വൈ ഐ ഇസ് ഈക്വൽ ടു എക്സ് ഐ ബീറ്റ പ്ലസ് എപ്സിലോൺ ഐ എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് വരുന്നുണ്ട്. സോ നമ്മൾക്ക് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ജി ഓഫ് എക്സ് ഐ ബീറ്റ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം, ജി ഓഫ് എക്സ് ഐ ബീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ഐ ബീറ്റ ആണെന്ന് പറയാം. നമുക്കൊരു ഇതൊക്കെ ഒരു ഇക്വേഷൻ ആണ്, ഒരു 1.5 അഞ്ചാമത്തെ ഇക്വേഷൻ ആണ്. നേരത്തെ പറഞ്ഞ ഇക്വേഷൻസിലൊക്കെ 1.12 എന്ന് പറയുന്ന നമ്പേഴ്സ് നിങ്ങൾ കൊടുക്കണേ. സോ ഇതിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഐ ഗിവൺ എക്സ് ഐ ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഐ ബീറ്റ ആണ്. സോ വൈ ഐനെ നമുക്ക് എങ്ങനെ എഴുതാം? വൈ ഐ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഐ ഗിവൺ എക്സ് ഐ പ്ലസ് yi minus expectation of yi given xi is equal to xi beta plus epsilon I എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് വരും. ഈ ലീനിയർ പ്രോബബിലിറ്റി മോഡൽ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണലി വെരി സിമ്പിൾ ആണ്. പിന്നെയോ എല്ലാ എക്കണോമിക് സ്റ്റുഡൻസിനും അല്ലെങ്കിൽ എല്ലാ എക്കണോമിസ്റ്റിനും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് ലീനിയർ പ്രോബബിലിറ്റി മോഡൽ എന്ന് പറയുന്നത്. സോ ഒരു ലീനിയർ പ്രോബബിലിറ്റി മോഡൽസിനെ നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ എഴുതാം കേട്ടോ. സോ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ ഇക്വേഷനിലേക്ക് പോകുന്നത്. എന്താണ്? ലീനിയർ പ്രോബബിലിറ്റി മോഡൽസിൽ നമ്മൾ പറഞ്ഞ എന്താണ്? സോറി, നേരത്തെ ഇപ്പം നമ്മൾ എഴുതിയേക്കുന്ന ഇക്വേഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലെ? ജസ്റ്റ് നമ്മൾ അതിനെ ഒന്ന് എങ്ങനെയാണ് ആ രീതിയിലേക്ക് വന്നതെന്ന് നമ്മൾ ജസ്റ്റ് ഇൻഫോം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, എങ്ങനെ അത് എത്തി എന്നുള്ളത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ രീതിയിൽ ഇപ്പൊ നമ്മൾ എഴുതി വെച്ച എക്സാമ്പിൾ ഉണ്ടല്ലോ, ഒരു ലീനിയർ പ്രോഗ്രാം പ്രോബബിലിറ്റി മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ജി ഓഫ് എക്സ് ഐ ബീറ്റ എന്നാണ്, ആസ് എ ലീനിയർ ഫംഗ്ഷൻ. അപ്പൊ വൈ ഐനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? അതില് എക്സ് ഐ ബീറ്റ പ്ലസ് എപ്സിലോൺ ഐ എന്ന് പറയും. എക്സ്പെക്ടേഷൻ ഓഫ്, ഇതിനകത്ത് ശ്രദ്ധിക്കണം, അതിനകത്ത് നമ്മളിപ്പോ നേരത്തെ എഴുതി എന്ത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ ബീറ്റ എന്ന് പറയുന്നത്, സോറി, എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഐ ഗിവ് എക്സ് ഐ എന്ന് പറയുന്നത് എക്സ് ഐ ബീറ്റ ആണെന്ന് എഴുതി. ജി ഓഫ് എക്സ് ഐ ബീറ്റ എന്ന് പറയുന്ന ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ്. അത് എൽ പി എമ്മിനെ അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇതാണ് ഒരു ലീനിയർ പ്രോബബിലിറ്റി മോഡൽ എന്ന് പറയുന്നത്. പക്ഷെ ഈ ലീനിയർ പ്രോബബിലിറ്റി മോഡൽസിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ആ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം. ചില സമയത്ത് ഈ ലീനിയർ പ്രോബബിലിറ്റി മോഡൽ സംതിങ് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വൈനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സിനോട് ഇക്വേറ്റ് ചെയ്ത് കളയും. ഓക്കെ, സംതിങ് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വൈനെ എന്തെങ്കിലും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എക്സിനോട് ഇക്വേറ്റ് ചെയ്ത് കളയും.
അതെങ്ങനെയാണ് അവർ ഇക്വേറ്റ് ചെയ്യുന്നത്? മിനിമൈസിങ് ദ സ്ക്വയേർഡ് ഡിസ്റ്റൻസ്. അതായത് ക്ലാസിക്കൽ റിഗ്രഷൻ അപ്രോച്ചിൽ നമ്മൾ സ്ക്വയേർഡ് ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നതാണ്? മിനിമൈസ് ചെയ്യുന്നതാണ്. പക്ഷെ സീറോസ് ആൻഡ് പ്ലോട്ട് സീറോസിനും വൈക്കും എഗനിസ്റ്റ് ആയിട്ട് കുറെ കണ്ടിന്യൂസ്, അതായത് കുറെ കണ്ടിന്യൂസ് വേരിയബിൾസിനെ സീറോയ്ക്കും ഒരു ഡാറ്റ പ്ലോട്ട് ചെയ്യും. ഒരു ഡാറ്റ നമ്മൾ പ്ലോട്ട് ചെയ്യും. കുറെ കണ്ടിന്യൂസ് വാല്യൂസിനെ സീറോയ്ക്കും വണ്ണിനും എഗനിസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യും. പക്ഷെ ഇത് എന്തല്ല, ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരില്ല എന്നാണ് പറയാം. അടുത്തതാണ് വൈയുടെ വാല്യൂ 0 and 1 ആണല്ലോ, അത് ആർബിട്രറി ആണ് അല്ലെ. സോ എപ്സിലോൺ ഐ ക്യാൻ ടേക്ക് ഓൺലി വൺ ഓഫ് ദീസ് ടു വാല്യൂസ്. അതെ, എപ്സിലോൺ ഐ എന്ന് പറയുന്ന എറർ ടേമിന് 0ക്കും 1നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഈവൻ എപ്സിലോൺ ഐ എന്ന് പറയുന്ന വാല്യൂ 1 ആണ് ചൂസ് ചെയ്യുന്നതിരിക്കുക. എപ്സിലോൺ ഐയുടെ വാല്യൂ 1 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ വരും? ഈ എപ്സിലോൺ 1 is equal to എന്താണ്? 1 minus xi ബീറ്റ. ഇനി സോറി, ഇത് 0 ആണെങ്കിലാണ്, 1 ആണെങ്കിൽ എന്തായിരിക്കും വരിക? xi ബീറ്റ. ഈ രണ്ട് ഓപ്ഷൻസിലെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. സോ ഇതെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബീറ്റ കോഎഫിഷ്യൻസിന്റെ, നമ്മൾ നേരത്തെ xi ബീറ്റ എന്ന് പറഞ്ഞ സാധനം എടുത്തിട്ടുണ്ട് അല്ലെ. സോ ബീറ്റ കോഎഫിഷ്യൻസിന്റെ ചേഞ്ചസിനെ നമ്മളുടെ ഇക്വേഷനിൽ ഇത് ബാധിക്കും. അതായത് ആർബിട്രറി ആണല്ലോ, 0യും നിന്ന് എടുക്കാൻ പറ്റില്ല, അതിൽ കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല, അതിൽ കുറഞ്ഞതും എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ അടുത്ത ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ yi ടേക്ക് ഓൺലി 1, 2 വാല്യൂസ് അല്ലെ. 0 and 1 എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് മാത്രമേ yiക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് ഡിസ്റ്റർബൻസ് ടേം എന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും രണ്ട് വാല്യൂ മാത്രമാണ് ഡിസ്റ്റർബൻസ് ടേം എടുക്കുക. നേരത്തെ നമ്മൾ എഴുതി yi is equal to 1 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എപ്സിലോൺ ഐ എന്താവും? 1 minus xi ബീറ്റ ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് pi, അതായത് റെസ്പോൺസ് പ്രോബബിലിറ്റി ആണത്. If i is equal to 0 ആണെങ്കിലോ എപ്സിലോൺ ഐ എന്തായിരിക്കും? മൈനസ് xi ബീറ്റ ആയിരിക്കും. അതായത് പ്രോബബിലിറ്റി ഓഫ് 1 minus pi, അതായത് നോൺ റെസ്പോൺസ് വേരിയബിൾസിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു കണ്ടിന്യൂസ് ഇത്തരം ബിഹേവിയർ ഓഫ് ഈ ഡിസ്റ്റർബൻസ് ടേമിന്റെ ഇത്തരം ബിഹേവിയേഴ്സ് എന്തല്ല, ഒരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മളെ ടെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഇത് അതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അടുത്തതാണ് ഹെട്രോസെഡാസ്റ്റിസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഹെട്രോസെഡാസ്റ്റിസിറ്റി എന്താണ്? അതായത് നമ്മൾ നേരത്തെ കണ്ട ഡിസ്റ്റർബൻസ് ടേം ഉണ്ടല്ലോ എപ്സിലോൺ ഐ, എപ്സിലോൺ ഐയുടെ വേരിയൻസ് എന്താണ്? 1 minus xi ബീറ്റ പ്ലസ് എപ്സിലോൺ ഇൻറ്റു എപ്സിലോൺ xi ബീറ്റ ആണ്. പക്ഷെ the variance change with the observations. ഒബ്സർവേഷൻസ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? വേരിയൻസ് ചേഞ്ച് ചെയ്യും. ഓക്കെ, അടുത്തത് എന്താണ്? വേരിയൻസ് ഡിപ്പെൻഡ് ഓൺ ദ സ്ലോപ്പ് കോഎഫിഷ്യൻസ്. ഡീറ്റെയിൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ അടുത്തതാണ് അൺബൗണ്ടഡ് പ്രോബബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് പ്രോബബിലിറ്റിയുടെ വാല്യൂ 0ക്കും 1ന്റെയും ഇടയ്ക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം പ്രോബബിലിറ്റി ഏത് വരെ പോകാൻ പാടുള്ളൂ? 1 വരെ പോകാൻ പാടുള്ളൂ. ഇനി ഈ ഡ്രോബാക്സ് എന്ന് പറയുന്നത് ഭയങ്കര സീരിയസുമാണ്, അതേസമയം ഫണ്ടമെന്റൽ പ്രോബ്ലം ഉണ്ട് കേട്ടോ. വി കനോട്ട് കൺസ്ട്രക്ട്, നമുക്ക് xi ബീറ്റ എന്ന് പറയുന്ന സംഭവത്തെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഇൻ ദ ഇന്റർവെൽ ഓഫ് 0, 1. ക്ലിയർ ആണല്ലോ. പക്ഷെ അത് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതെന്താ? നോൺസെൻസ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് യൂസ് ചെയ്യും. നേരത്തെ പറഞ്ഞു 0യുടെ പ്രോബബിലിറ്റിയുടെ വാല്യൂ 1നും 0ക്കും ഇടയ്ക്ക് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ വാല്യൂസ് ഗ്രേറ്റർ ദാൻ 1ലും ലെസ് ദാൻ 0ക്കും പോയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അതായത് പ്രോബബിലിറ്റിയുമായി ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു വാല്യൂവേ അല്ല. കാരണം എന്താണ്? മാക്സിമം 1 വരെ പോകാൻ പാടുള്ളൂ എന്ന് മാത്രമല്ല നെഗറ്റീവ് വേരിയൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് 1 മൈനസ് നെഗറ്റീവ് വേരിയൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് 0ക്കും 1ന്റെയും ഇടയ്ക്ക് അതിന്റെ ഔട്ടർ ബൗണ്ടറിയിലേക്ക് ഇതിന്റെ വാല്യൂസ് പോവുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? നോൺസെൻസ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ അൺബൗണ്ടഡ് പ്രോബബിലിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാറ്റന്റ് റിഗ്രഷൻ അപ്രോച്ചിനെ കുറിച്ച്. എന്താണ് ലാറ്റന്റ് റിഗ്രഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ? അൺഒബ്സർവ്ഡ് വേരിയബിൾസ്, അതിനെയാണ് ലാറ്റന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് കാണപ്പെടാത്ത, അതായത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, അതാണ് ലാറ്റന്റ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ. സോ y സ്റ്റാർ ഇസ് ഇക്വൽ ടു xi ബീറ്റ പ്ലസ് എപ്സിലോൺ ഐ എന്ന് പറയുന്ന അതാണ് ലാറ്റന്റ് റിഗ്രഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിനെ ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
ചില ക്വാളിറ്റേറ്റീവ് ചോയ്സ് സിറ്റുവേഷൻസിൽ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലാറ്റന്റ് റിഗ്രഷൻ അപ്രോച്ചും യൂസ് ചെയ്യേണ്ട വരുന്നുണ്ട്. ഇതിനകത്ത് എക്സ് ഐ ബീറ്റാനെ നമ്മൾ പറയുന്നത് എന്താണ്, എക്സ് ഐ ബീറ്റാനെ നമ്മൾ ഇൻഡെക്സ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഇഫ് വൈ ഐ ചൂസ് 1 അങ്ങനെയാണെങ്കിൽ വൈ ഐ സ്റ്റാർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാറ്റന്റ് വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതെന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ സി ആയിരിക്കണം. സി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. 0 ആണെങ്കിൽ വൈ ഐ സ്റ്റാർ എന്തായിരിക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ നമ്മൾക്ക് ഇതിന്റെ ഒരു യൂട്ടിലിറ്റി ഫംഗ്ഷന്റെ ഫോമിൽ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു യു സ്റ്റാറും യു ഡാഷും യു സ്റ്റാറും. യു ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, യു ഡാഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈ ഐ ടേക്ക് ദ വാല്യൂ 1. യു നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വൈ ഐ ടേക്ക് വാല്യൂ 0. അപ്പൊ യു ഡാഷ് മൈനസ് യു നോട്ട് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. യു ഡാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു നോട്ടും ആയിരിക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സോ നമ്മൾക്ക് ഇതിനെ ഒന്ന് വെച്ച് നോക്കാം. യു ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ ഐ ടേക്ക് ദ വാല്യൂ 1 ആണ്. സോ നമ്മൾക്ക് അതിനെ ഇങ്ങനെ എഴുതാം, യു ഡാഷ് ഈക്വൽ ടു എക്സ് ബീറ്റ ഐ പ്ലസ് എപ്സിലോൺ 1 എന്ന് എഴുതാം. അടുത്ത ഓൾട്ടർനേറ്റീവ് എന്താണ്, 0 ആണ് അല്ലെ. അപ്പൊ യു നോട്ട് ആണ് എക്സ് ബീറ്റ നോട്ട് പ്ലസ് എപ്സിലോൺ നോട്ട് എന്ന് എഴുതാം. നേരത്തെ പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ ഈ കാര്യങ്ങളാണ്. ഇതാണ് അതിന്റെ ഡിസിഷൻ റൂൾ എന്ന് പറയും. ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് എക്സ് എന്ന് പറഞ്ഞ വാല്യൂസ്, സോ എന്തൊക്കെയാണ് എക്സും ബീറ്റയും നമുക്ക് അറിയണ്ടേ. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ആണ്. എന്തൊക്കെയാണ് ഈ കോമൺ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഏജ്, മരൈറ്റൽ സ്റ്റാറ്റസ്, ജെൻഡർ, ഇതൊക്കെയാണ് എന്താണ് കോമൺ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ബീറ്റ നോട്ട് ആൻഡ് ബീറ്റ 1 എന്ന് പറയുന്നത് വെക്ടേഴ്സ് ഓഫ് അൺനോൺ പാരാമീറ്റേഴ്സ് ആണ്. ബീറ്റ നോട്ട് ആൻഡ് ബീറ്റ 1 എന്ന് പറയുന്നത് വെക്ടേഴ്സ് ഓഫ് അൺനോൺ പാരാമീറ്റേഴ്സ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എപ്സിലോൺ നോട്ട് ആൻഡ് എപ്സിലോൺ 1 എന്ന് പറയുന്നത് എന്താണ്, അൺഒബ്സർവബിൾ ഓൾട്ടർനേറ്റീവ് സ്പെസിഫിക് ടേസ്റ്റ് കോമ്പണൻസ് ആണ്. അൺഒബ്സർവബിൾ ഓൾട്ടർനേറ്റീവ് സ്പെസിഫിക് ടേസ്റ്റ് കോമ്പണൻസ്. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സോ അതൊന്ന് ഓർത്ത് വെക്കുക. നമ്മള് ചോയ്സസിനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, പക്ഷെ അവിടെ അൺഒബ്സർവബിൾ യൂട്ടിലിറ്റീസ് ഉണ്ട് അല്ലെ. നമ്മൾ എന്താ പറയുന്നത്, ഇവിടെ ചോയ്സസിനെയാണ് നമ്മൾ കാണുന്ന അതല്ലേ ഉള്ളൂ. ഒരാൾ എടുക്കുന്ന ചോയ്സസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ അവിടെ എന്തും കൂടെ ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഒബ്സർവബിൾ ആയിട്ടുള്ള യൂട്ടിലിറ്റി ഉണ്ട്. യൂട്ടിലിറ്റിനെ നമ്മൾ മാക്സിമൈസ് ചെയ്യണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ എന്ത് പറയുന്നില്ല, ആ യൂട്ടിലിറ്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ നമ്മൾക്ക് അതൊന്ന് നോക്കാം. വൈ ഐ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ എടുക്കും, യു ഡാഷ് മൈനസ് യു നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണല്ലോ. അതിൽ സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വൈ ഐ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇതാണ് എടുക്കുന്നതെങ്കിലോ അതെങ്ങനെയായിരിക്കും വരിക, യു ഡാഷ് മൈനസ് യു നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. ഇതിൽ നമ്മൾക്ക് സംശയമൊന്നുമില്ലല്ലോ. സോ നമ്മൾ അടുത്ത എഴുതാണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് വൈ ഐ ഇസ് ഈക്വൽ ടു 1 ഗിവൺ എക്സ് ഐ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് യു ഡാഷ് മൈനസ് യു നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. നമുക്ക് ഒന്നും കൂടെ മാറ്റി പിടിച്ചാലോ. യു ഡാഷിനെ യു നോട്ടിനെ നമ്മൾ എങ്ങനെയാ മെൻഷൻ ചെയ്തത്, എപ്സിലോൺ എക്സ് ഐ ബീറ്റ 1 പ്ലസ് എപ്സിലോൺ ഐയും എക്സ് ബീറ്റ നോട്ട് പ്ലസ് എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അത് നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് കൊടുക്കും. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് യു ഡാഷ് എന്താണ്, എക്സ് ബീറ്റ 1 പ്ലസ് എപ്സിലോൺ 1 ആണല്ലോ. എപ്സിലോൺ 1 ഐ നമുക്ക് കൊടുക്കാം. മൈനസ് എന്താണ്, എക്സ് ബീറ്റ നോട്ട് പ്ലസ് എപ്സിലോൺ നോട്ട് ഐ എന്ന് കൊടുക്കാം, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഗിവൺ എക്സ് ഐ. ഇതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സ് എന്താണ്, കോമൺ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ആണ് അല്ലെ. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഉള്ളിലേക്ക് എടുത്തു, ബീറ്റ 1 മൈനസ് ബീറ്റ നോട്ട് അല്ലെ, പ്ലസ് പിന്നെ എന്താ വരാ, എപ്സിലോൺ 1 ഐ മൈനസ് എപ്സിലോൺ നോട്ട് ഐ. അതെന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും ഗിവൺ എക്സ് ഐ ആണ്, ചെയ്യല്ല അറിയപ്പെടാട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇത് മൈനസ് ചെയ്താൽ എന്താ ഉണ്ടാവുക, പ്രോബബിലിറ്റി ഓഫ് എക്സ് ബീറ്റ അല്ലെ, എക്സ് ബീറ്റ പ്ലസ് എപ്സിലോൺ ഐ
greater than 0, greater than or equal to 0 ഉണ്ട്, given x, that is equal to probability of epsilon I greater than minus x beta I എന്ന് വരില്ലേ, given xi. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, സം ഓഫ് ഓൾ പ്രോബബിലിറ്റീസ് മസ്റ്റ് ബി ഈക്വൽ ടു 1 എന്നുള്ളൊരു സിറ്റുവേഷൻസിലേക്കാണ് പോകുന്നത്. ഈ ലാസ്റ്റത്തെ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് നമ്മൾ ഒന്ന് എന്ത് ചെയ്തുള്ളൂ, അതിന്റെ നമുക്കറിയാവുന്ന കാര്യങ്ങളെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ ഈ ഇക്വേഷൻസിൽ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സോ നമ്മൾക്ക് കുറച്ച് ഇംപ്ലിക്കേഷൻസിലേക്ക്, ഇപ്പൊ നമ്മൾ നേരത്തെ ഇതുണ്ടല്ലോ, ഇതാണ് നമ്മളിപ്പം കുറച്ച് മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് മുന്നേ തന്നിട്ടുള്ളത്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക, ഈക്വേഷൻസ് പഠിച്ചു വെക്കുക. ഇപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് ഈ ഇക്വേഷന്റെ ഡെറിവേഷൻ. ഇനി ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഇംപ്ലിക്കേഷൻസ്? വേരിയൻസ് നമ്മുടെ എപ്സിലോൺ എന്ന് പറയുന്ന എറർ ടേം ഉണ്ടല്ലോ, അത് നമ്മൾക്ക് കെ സ്ക്വയറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷെ അതിനകത്ത് ഒബ്സർവ്ഡ് ഡാറ്റ എന്താണ്, സെയിം ഡാറ്റയിൽ സെയിം മോഡലാണ്. സോ നമ്മൾക്ക് അതിനെ എങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും? വൈ സ്റ്റാർ അല്ലെ, വൈ സ്റ്റാർ ഇസ് ഈക്വൽ മൈനസ് എക്സ് ഐ ബീറ്റ പ്ലസ് എപ്സിലോൺ ഐ ഇൻറ്റു കെ സ്ക്വയർ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ എന്താ, വൈ സ്റ്റാർ ഗിവൺ കെ ഇസ് ഈക്വൽ ടു എന്താണ്, എക്സ് ഐ ഇൻറ്റു ബീറ്റ ഗിവൺ കെ ആർ പ്ലസ് എപ്സിലോൺ ഐ. ഇതെന്താണ്, സെയിം മോഡൽ വിത്ത് സെയിം ഡാറ്റ ആണല്ലോ. അത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വൈ സ്റ്റാറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് വൈ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സൈൻ ഓഫ് വൈ സ്റ്റാർ, നോട്ട് ഇറ്റ് സ്കെയിൽ. സ്കെയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കെ എന്ന് പറയുന്നത് അൺനോൺ പാരാമീറ്റേഴ്സ് ആയതുകൊണ്ട് അൺനോൺ അതായത് അറിയില്ലാത്ത കാര്യങ്ങളെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. സോ ഇത് രണ്ടുമാണ് നമ്മളുടെ ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ, വി നോർമലൈസ് ദ വേരിയൻസ്. അതായത് നമ്മൾ 1ലേക്ക് ഇതിനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം ടു ഐഡന്റിഫൈ ദ പാരാമീറ്റേഴ്സ്. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സോ അടുത്തത് പ്രോബിറ്റ് ആൻഡ് ലോജിക് മോഡൽസ് ആണ്. എന്താണ് പ്രോബിറ്റ് മോഡൽസ് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം ചെയ്യുന്നത് എപ്സിലോൺ ആണ്, ഡിപ്പെൻഡ് ചെയ്യുന്നത് എപ്സിലോണിലാണ്. എപ്സിലോൺ എന്ന് വെച്ചാൽ എന്താണ്, നമ്മളുടെ എറർ ടേം ആണ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ടേം ആണ്. സോ നമ്മളുടെ പ്രോബിറ്റ് മോഡൽസ് നമ്മൾ തൊട്ട് മുൻപേ നമ്മൾ ഒരു സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മളുടെ പഠിച്ച ഇക്വേഷൻ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു മൈനസ് എക്സ് ബീറ്റ ഗിവൺ എക്സ് ഐ എന്ന് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, പ്രോബബിലിറ്റി ഓഫ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് ബീറ്റ ഗിവൺ എക്സ് ഐ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് സൈ വരില്ല, സൈ ഓഫ് എക്സ് ബീറ്റ. സോ ഇതാണ് എന്ത്, നമ്മളുടെ പ്രോബിറ്റ് മോഡൽസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ PDF എന്ന് പറയുന്നത്. ലോജിക് മോഡൽസിന്റെ PDF ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഡെൽറ്റ എക്സ് ഓഫ് ബീറ്റ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റൈസ് ടു എക്സ് ബീറ്റ. എപ്സിലോൺ എപ്പോഴും ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് എഴുതിയിട്ടുള്ളത് കേട്ടോ. അതിനൊരു ഫിക്സഡ് വേരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്ന ഒരു ഫിക്സഡ് വേരിയൻസും ഉണ്ടായിരിക്കും. ഇത് നമ്മളിപ്പോ പ്രോബബിലിറ്റി ഓഫ് y ഇസ് ഈക്വൽ ടു 1ന്റെ കേസിലാണ്. പ്രോബബിലിറ്റി ഓഫ് സക്സസിന്റെ കേസിലാണ്. പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്തായിരിക്കും, y ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എങ്ങനെയാ വരിക, പ്രോബബിലിറ്റി ഓഫ് y ഇസ് ഈക്വൽ ടു 0 ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റൈസ് ടു എക്സ് ബീറ്റ എന്നായിരിക്കും വരിക. സോ ഇതാണ് നമ്മളൊന്ന് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇത്തരം ഈ ഇക്വേഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ പ്രോബിറ്റ് അല്ലെങ്കിൽ ലോജിക്സ് മോഡൽസിന്റെ ഡെറിവേഷൻ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് ഉപയോഗിക്കേണ്ട സെൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. സോ ഇത് മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, മൈഗ്രേഷൻ മോഡൽ. ഒരാള് ഒരു സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യും, അത് അയാളുടെ പ്രസന്റ് കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. സോ ഇനി അങ്ങനെ ഒരു പ്രസന്റ് കണ്ടീഷനിൽ അയാള് ജോലി ചെയ്യുന്നത് വൈ സ്റ്റാർ പി എന്ന് പറയുന്നു. അയാളുടെ ഫ്യൂച്ചർ വേജ് എന്ന് പറയുന്നത് എന്താണ്, വൈ സ്റ്റാർ എം ആണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അയാളുടെ ഫ്യൂച്ചർ വേജിൽ അയാളുടെ മൂവിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് സി സ്റ്റാർ ആണ്. അതായത് വൈ സ്റ്റാർ പി മൈനസ് വൈ സ്റ്റാർ എം ഗ്രേറ്റർ ദാൻ സി സ്റ്റാർ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ നെറ്റ് ബെനിഫിറ്റ് എം സ്റ്റാർ എന്ന് പറയുന്നത് വൈ സ്റ്റാർ എം മൈനസ് വൈ സ്റ്റാർ പി മൈനസ് വൈ സ്റ്റാർ സി ആയിരിക്കും. സോ ഇതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം.
അത്ര ആ ഇക്വേഷൻസ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതിയായിരിക്കും. സോ നമുക്ക് ലെക്ചർ റീക്യാപ്പിലേക്ക് പോവാം. ക്വാളിറ്റേറ്റീവ് ചോയ്സ് മോഡൽസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ തന്നെ അതിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, അതിന്റെ എവിടെയാണ് LPM ഫെയിലിയർ ആവുന്നത്, ഡ്രോബാക്സ് എന്തൊക്കെയാണ്, ലാറ്റന്റ് വേരിയബിൾ മോഡൽസ് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോജിക് മോഡൽസ് എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ ഇതിനകത്ത് വ്യക്തമായി പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്ന് ഓർമ്മിപ്പിക്കുന്നു. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.